ഒരുപാടായി. 2 കിടപ്പുമുറികളുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ പൊയ്ക്കൊള്ളാം ദേവി. സത്യം, ദേവിയാണ് സത്യം. ഒൻപത് മണിക്കാണ് ഡ്യൂട്ടി. ആദ്യം ക്വാർട്ടേഴ്സിൽ പോണം. ഞാൻ നടക്കട്ടെ. ഉടൻ റെഡിയാവാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ടാക്സി കിട്ടും. സാവധാനത്തിൽ റെഡിയായി ഓഫീസിൽ പോയാൽ മതിയല്ലോ, ഒരു എക്സിക്യൂട്ടീവ് ആവുമ്പോൾ. ഒരു തമാശ. കാലത്ത് കണ്ണു തുറന്നപ്പോൾ സ്വപ്നം കണ്ടതാണെന്ന് ആദ്യം തോന്നിയത്. പിന്നെയാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം ചായക്കപ്പുമായി മുമ്പിൽ അല്ലേ? ആരാണ് ദേവി? ഉറക്കത്തിൽ എന്നെ 100 വട്ടം ദേവി എന്ന് വിളിച്ചു. ആരാധനയ്ക്കുള്ള മൂർത്തിയാണല്ലോ ദേവി. ആരാധന അങ്ങനെ കളിയാക്കണ്ട. എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ആളുകളും സ്ഥലങ്ങളും ഒക്കെ മാറിപ്പോവും സ്വപ്നങ്ങളിൽ. പോട്ടെ, ലീവ് എടുക്കുന്ന കാര്യം ഞാൻ പറയാം. നേരത്തെ അപേക്ഷിച്ചാലേ എനിക്ക് സാങ്ഷൻ ആവും. അപേക്ഷിച്ചോളൂ. എനിക്ക് എപ്പോ വേണമെങ്കിലും ലീവ് എടുക്കാം. അതറിയാം. എന്നാലും ഉദ്ദേശം തീയതി പറഞ്ഞാൽ. നോക്കട്ടെ, ബോസുമായി ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ ഫോൺ ചെയ്ത് പറയാം. Ask her to come in, please. This is a real surprise. മൂന്ന് ദിവസമായി ഫോൺ ചെയ്യുന്നുണ്ട്, വീട്ടിലും ഇവിടെയും. ഞാൻ പെട്ടെന്ന് കെയ്റോയിൽ പോയി. ഒരു ചെറിയ ഓഫീസ് കാര്യം അറിയിക്കാൻ പറ്റിയില്ല. തിരക്കായിരിക്കും, അതറിയാം. ഞാൻ അധിക സമയം എടുക്കുന്നില്ല. ഓ, സാരമില്ല. ഒഴിവാക്കേണ്ടവർ വന്നാൽ കുറച്ച് കൂടുതൽ തിരക്ക് അഭിനയിക്കും. ഇരിക്കൂ. ലീവ് കിട്ടി. 12-ാം തീയതി എയർ ഇന്ത്യക്ക് ബുക്ക് ചെയ്തു. ട്രിവാൻഡ്രം ഫ്ലൈറ്റ്. ചൊവ്വാഴ്ച വർക്കിംഗ് ഡേ ആണ്. ബുദ്ധിമുട്ടുണ്ട? എയർപോർട്ടിലൊന്നും വരണ്ട. ഞാൻ നോക്കട്ടെ. സമയമുണ്ടായാലും വേണ്ട, എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. നോ പ്രോബ്ലംസ്. രാജൻ എന്ന് വരും? തീരുമാനിച്ചിട്ടില്ല. എനിക്ക് അറിയാമല്ലോ. എനിക്ക്
2 മാസത്തെ ലീവേ ഉള്ളൂ. ഞാൻ വരും. വന്ന ഉടനെ കോണ്ടാക്ട് ചെയ്യാം. ഗ്രാമമാണ്, ടെലിഫോണൊന്നുമില്ല. സ്ഥലം മനസ്സിലായിട്ടുണ്ടല്ലോ. മുറ്റം വരെ ഇപ്പൊ കാറ് വരും. എത്തിയ ഉടനെ വീട്ടിലൊന്ന് വന്നാൽ മതി. വരും. ചെറിയ വീടാണ്, ദുബായ് പണത്തിന്റെ മാളികയൊന്നുമല്ല. എന്നാലും വരണം. മിക്കവാറും ഒന്നിച്ചാവും വരുന്നതെന്ന് ഞാൻ അച്ഛൻ എഴുതിയിരുന്നു. സാരമില്ല, ഞങ്ങൾ കാത്തിരിക്കും. പറഞ്ഞില്ലേ, ഞാൻ ഉടനെ വരുന്നുണ്ട്. 2 മാസത്തിലേറെ ലീവ് എടുക്കേണ്ടി വന്നാൽ ജോലി അല്ല, ജോലി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. 12-ാം തീയതി 9:30. വേണ്ട, യാത്ര അയക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. അവിടെ സ്വീകരിക്കാൻ വേണമെങ്കിൽ എയർപോർട്ടിൽ ഞാൻ വരാം. അതെനിക്കും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ കേബിൾ അയക്കാം. സ്വീകരണവും സൽക്കാരവും ഒക്കെ വീട്ടിൽ വരുമ്പോൾ മതി. സൽക്കരിക്കാൻ ഇനി അധികം ബാക്കി നിർത്തിയിട്ടില്ലല്ലോ. ബൈ, സീ സൂൺ. I'm ready, sir. Yes, I am sorry. Alice, ഇത് നോക്കൂ. നൈസ് ഹൗസ്. എന്റെ വീട്. എന്താണ് വീട്ടിന് പേരിട്ടോ, സർ? അതിന്റെ ഗേറ്റിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പേരുണ്ട്. കുറച്ച് പഴയതായിപ്പോയി. കിഴക്കേടത്ത് പറമ്പിൽ മാളുവമ്മ മകൻ രാശൻ വക. പേരിടുന്നില്ല ഇപ്പോൾ. ഞാൻ ലെറ്റേഴ്സ് നോക്കി നോട്ട്സ് എഴുതാം, പിന്നെ വിളിക്കാം. ഗുഡ് ലക്ക്, സർ, ഫോർ യുവർ ഹോം. ഹോം, സ്വീറ്റ് ഹോം. താങ്ക് യു, ആലീസ്. മമ്മുക നാട്ടിൽ പോകാൻ നിശ്ചയിച്ചു. വെള്ളിയാഴ്ച. പടച്ചോനെ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ല. വലിയ ഷാപ്പിംഗ് ഒക്കെ കാണുമല്ല. ഞമ്മൾ കൂടെ വരണോ? എന്ത് ഷോപ്പിംഗ് മമ്മുക? നടന്നോളി, ഞമ്മൾ രാത്രി വരണുണ്ട്. ശരി.
ചേട്ടൻ ലഗേജിന്റെ കൂടെ പോയി ഒന്ന് ചെക്ക് ഇൻ ചെയ്യും. പോയി വരുമ്പോ നല്ലൊരു പെൺകുട്ടിനെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ഏറെ നന്നായി. ഇവിടെ ഞമ്മക്ക് വീടെന്ന് പറയാൻ ഒരു സ്ഥലവും കൂടി ആയല്ലോ. ഈ കല്യാണം എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമാണോ മമ്മുക്ക? വേണമെങ്കിൽ മിനിറ്റ് വെച്ച് നടക്കും. ഈ ലോകത്തില് കല്യാണം പോലെ എളുപ്പമുള്ള വേറെ വല്ല കാര്യമുണ്ടാ? അത് അത്രേ അപകടമാണെന്നും വെച്ചോളി. ഒഴിവുണ്ടെങ്കിൽ നമ്മുടെ പുരയിൽ വരും. ഒഴിവുണ്ടെങ്കിലോ? ഇത് നല്ല കാര്യമായി മമ്മുക്ക. ഒരു വിരുന്ന് ഞാൻ അങ്ങനെ ഒഴിവാക്കും. ആശുപത്രിയിലായതും കാറ് മുട്ടിയതും ഒന്നും പറയല്ലേ. പിന്നെ അവിടെ നിലയും വിളിയും തുടങ്ങും. അടുത്ത് തന്നെ വരണുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അടുത്തെന്ന് വെച്ചാൽ ഒരു കൊല്ലം കൂടി കഴിയട്ടെ. കുറച്ച് കാര്യങ്ങൾ കൂടി ശരിയാക്കാനുണ്ട്. പോയാ പിന്നെ മടക്കമില്ല. 18 കൊല്ലമായി ഈ കൊടും ചൂടിൽ നയിപ്പ് തുടങ്ങിയിട്ട്. മതിയാക്കാറായി. നിങ്ങൾ പോയിട്ട് വരും. ഇൻഷാല്ലാ. ഇതൊന്ന് പോസ്റ്റ് ചെയ്താൽ വലിയ ഉപകാരം. താങ്ക്സ്. രാജ, ഇതാണ് ആള്. 4 സാരി ബാപ്പ പുന്നാര മക്കൾക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഉമ്മാക്ക് എനിക്ക് ഒന്നുമില്ല. ഒന്നും കൊടുത്തയച്ചില്ലേലും വേണ്ടില്ല. ഒരു സുഖമായിരിക്കണെന്ന് കേട്ടാ മതി. സുഖാണുമ്മ. പോരുമ്പോ എന്റെ കൂടെ എയർപോർട്ടിൽ വന്നിരുന്നു. എന്റെ മോനെ, ഞങ്ങളിവിടെ ഉണ്ടെന്ന് ആൾക്ക് വല്ല വിചാരം ഉണ്ടാ? വരണേന്ന് കേക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി? അടുത്ത് വരും. അങ്ങനെ കച്ചവട സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഉമ്മണി വലിയ കച്ചവടാണ്. തരക്കേടില്ല. ഇത്തിരി കൂടെ പറമ്പ്, 10 കണ്ടത്തിന്റെ കൃഷി. ഇവനെ കൊണ്ട് എത്ര നമ്മൾ എഴുതിച്ചേക്കണ്. ഇന്നലെ പോയ ചെക്കന്മാര് നാട്ടിൽ എത്ര ഭാര്യ കൂട്ടിയേക്കണ്. എല്ലാം മമ്മൂക്കാടെ മനസ്സിലുണ്ട്. എന്റെ മോനെ പോലെ വിചാരിച്ച് ചോദിക്ക, എന്താ ആൾക്ക് നാട്ടിൽ വരെത്ര മടി? അവിടെ വല്ല പകച്ചിയുടെ കുടിക്കലും അല്ല. ആളൊരു പാവ, അതുകൊണ്ട് ചോദിക്ക. ഞങ്ങൾ ഒരുമിച്ചാണ് കുറെ കാലം താമസിച്ചത്. അവിടെ അങ്ങനെ ഒന്നിന്റെ മണം കൂടെ കിട്ടില്ല ഉമ്മ. കാപ്പി കുടിക്ക്. ഉമ്മാക്കൊരു സംശയം. അല്ല, ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞതാ. നീ പോയി വേഗം ഒരു കോയിനെ ഇറക്കാൻ നോക്ക്. അപ്പൊ ഞാൻ വരാം ഉമ്മ. വീട് കാണാൻ തിരക്കുണ്ടാവില്ല ഉമ്മ. ഞാൻ പിന്നെ വിളിച്ചോണ്ട് വരാം. വരണം. വരാം ഉമ്മ. ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ അബു. നിർത്തു. അടുത്ത തെരുവിലാണ്. മുറ്റം വരെ റോഡൊക്കെ നമ്മൾ ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം. അകത്ത് കയറുന്നില്ല. അബുവിനും വരാം.
എവിടുന്നാ? ആരാ? അടുത്തുള്ളവരാണ്. അഹിന്ദുക്കളുടെ നടവഴിയല്ല ഇത്. അറിയാൻ കുറുപ്പേ, അതിർത്തി കടക്കാതെ നോക്കാൻ ഞാനുണ്ടല്ലോ കൂടെ. രാജനല്ലേ? ഈശ്വരാ, എനിക്ക് തീരെ മനസ്സിലായില്ലോ. വരുന്ന വിവരം അറിഞ്ഞില്ല. എപ്പോഴെത്തി? ഇപ്പൊ വരുന്ന വഴിയാണ്. ആഹാ, എന്നാലും നാട്ടിലേക്ക് ഒരു വിവരം തരിക. ഞങ്ങളാൽ ചിലരില്ലേ ഇവിടെ? ആ നമ്മുടെ മാളൂമ്മയുടെ മകൻ ദുബായിലാ. ഇനി അമ്പലം നന്നാക്കാനോ കുളം നന്നാക്കാനോ എന്താ വെച്ചാല് പിരിവ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. പുഴയില് വെള്ളമില്ല, എല്ലാവർക്കും ഈ കൊളാണ് ആശ്രയം. വേണ്ടത് തന്നെ. അതാണ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ കാർ നിർത്തിയത്. അമ്പലത്തേക്കാൾ എനിക്ക് താല്പര്യം അമ്പലക്കുളത്തിലാണ്. ഞാൻ ബംഗ്ലാവിൽ വന്ന് കണ്ടോളാം. ഞങ്ങളൊക്കെ വരും. സഹായത്തിന് ആളില്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ നാട്ടിൽ വരുമ്പോ. ഓ, വരണം. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു അന്യനാട്ടിലാവുമ്പോഴും ഒരു സമാധാനം. അച്ഛനാരെ വിട്ടോളൂ.